രാവിലെ ഒരാൾ എണീറ്റപ്പടി കിടന്നുറങ്ങിയാൽ പോയി, അന്നത്തെ നോമ്പ് പോയി. കാരണം ആ ഹാങ് ഓവർ പിന്നെ മാറൂല എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങളെ മോള് ഇന്ന് എൻ്റെ സംസാരത്തിലോ ശേഷമുള്ള സംസാരത്തിലോ ആ കുട്ടിക്ക് കിട്ടിയ ഒരു സ്ട്രൈക്ക് ചെയ്ത കാര്യമായിട്ട് കുട്ടി വിട്ടുപോയി. നാളെ ആ മോൾ ഉറങ്ങില്ല. പ്രഭാതത്തിൻ്റെ സമയത്ത് ആ കുഞ്ഞ് പാരായണത്തിൽ മുഴുകി എങ്കിൽ ആ കുഞ്ഞിനെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത ഫാത്തിഹ എത്ര കാലം കുഞ്ഞ് ഓതുന്നോ, ആ ഉമ്മയെ കണ്ട് ആ കുഞ്ഞ് നിസ്കരിക്കുന്നോ, ആ ഉമ്മയെ കണ്ട് ഇസ്ലാഹി പ്രവർത്തനത്തിലേക്ക് വരുന്നോ, ദാനധർമ്മത്തിലേക്ക് വരുന്നോ, ഏത് സൽക്കർമ്മത്തിലേക്ക് വരുന്നോ, അതിൻ്റെ ഒരു പ്രതിഫലം ഉമ്മാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 3 ഇദാ മാത്തൽ ഇൻസാനു ഇൻ ഖതഅ അൻഹു ഇല്ലാ സലാസ. ഏതൊക്കെ 3? ഒന്ന് നമ്മളെ വിഷയമായി ബന്ധപ്പെട്ടാണ്. ഒന്നേതാ? സദഖത്തുൻ ജാരിയ, അല്ലേ? ഒന്നതാണ് സദഖത്തുൻ, നമ്മളെ വിഷയം അതാണ്, സ്വതക്കയാണ്. ജാരിയയായ സ്വതക്ക. ജാരിയായ സ്വതക്ക പറഞ്ഞാൽ നിലനിൽക്കുന്ന സ്വതക്ക. പറയാൻ പറ്റുമോ? മദീനയിൽ നല്ല ചൂടുള്ള സന്ദർഭം, ആളുകളൊക്കെ വല്ലാണ്ട് പ്രയാസപ്പെടുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു കിണറുണ്ട്. ഏതാ കിണർ? ബിർ റൂമ. ആരെ കയ്യിലാ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലല്ല, പിന്നെ ആയി ഒരു ജൂതൻ്റെ കയ്യിലാണ്. ജൂതനാണെങ്കിലോ വലിയ സമ്പന്നനാണ്, തറവാട്ടുകാരനാ. അപ്പം എന്ത് ചെയ്യും? കൊടുക്കൂല, ആരും കൊടുക്കൂല. അവിടെ നിന്ന് വെള്ളം എടുക്കുക. ആ വെള്ളം എടുക്കുന്നതിന് പൈസ എണ്ണിക്കൊടുത്താൽ വലിയ സന്തോഷമാണ്. പൈസ കൊടുത്താൽ വലിയ സന്തോഷമുള്ള ആ ജൂതനായ മനുഷ്യൻ്റെ അടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആളുകളൊക്കെ വന്ന് കുടിക്കുന്ന വെള്ളം, ആളുകൾക്ക് തണുപ്പുള്ള വെള്ളം, ദാഹം തീർക്കുന്ന വെള്ളം, അതല്ല സാധാരണ വെള്ളത്തിനപ്പുറം ഒരു മധുരിമ, ഒരു രുചിയുള്ള വെള്ളം, അത് വല്ലാണ്ട് ആശ്വാസമാണ്. നിങ്ങൾ പറയുന്ന പണം തരാം. പക്ഷേ ഈ ജൂതൻ്റെ വലിയ ബിസിനസ്സാണത്, ആ കിണർ. അവസാനം വലിയ കച്ചവടക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയണമെന്നറിയോ? അദ്ദേഹം കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഒരിക്കലും കൊടുത്ത പൈസ ഒന്നും പോരാ, കാരണം വലിയ ബിസിനസ്സല്ലേ. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ഒരു ദിവസം എനിക്ക് പൈസ ഫുള്ള് ഞാൻ തരാം, പക്ഷെ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം എനിക്കാണെങ്കിൽ അടുത്ത ദിവസം താങ്കൾക്കാണ്. അപ്പോൾ താങ്കൾക്കും എന്ത് ചെയ്യുക, കച്ചവടം ചെയ്യുക. അപ്പം ഈ ധനികനായ, ഈ പണക്കൊതിയനായ യഹൂദനായ ആൾ വിചാരിച്ചു, പടച്ചോൻ ഇത്രയും പണം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് 10 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം ആർക്കാ? എനിക്ക് തന്നെ. 5 ദിവസം അദ്ദേഹം എടുക്കണുള്ളൂ. അപ്പം അദ്ദേഹം ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ, ഇതിന്ന് വെള്ളം വിൽക്കുന്നുണ്ടെങ്കിൽ വിറ്റോട്ടെ, അതേപോലെ എനിക്കും വിൽക്കാലോ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പണം എനിക്ക് കിട്ടും ചെയ്യൂലേ? ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഒരു ദിവസം നീ എടുത്തോ, ഒരു ദിവസം പൂർണ്ണമായി. അന്ന് ഞാനോ എനിക്കൊരു അധികാരമില്ല, അന്ന് നിനക്കാണ് അധികാരം. വലിയ സമ്പത്ത് കൊതിച്ച മനുഷ്യൻ്റെ അടുത്ത് പൈസ കൊടുത്തു. എന്താ സംഭവിച്ചവിടെ? ചരിത്രം കിട്ടണോ? പുതിയ ചരിത്രമാണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്ത ദിവസം തന്നെ ആ പണം കൊടുത്തു വാങ്ങിയ മുസ്ലിങ്ങളോട് മുഴുവനും അതിൻ്റെ വെള്ളം എടുക്കാൻ പറഞ്ഞു. പൈസ വാങ്ങണ്ടോ? ഒരു പൈസ വാങ്ങിലോട് പറഞ്ഞു, നാളേക്കുള്ള വെള്ളം പോലും നിങ്ങൾ എടുത്തു വെക്കാം. അവർ ആളുകൾ മുഴുവനും എന്ത് ചെയ്തു? അടുത്ത ദിവസത്തേക്കുള്ള വെള്ളം കൂടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്തു വെക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ആരെങ്കിലും കിണർക്ക് പോവോ? ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങോ? ആ യഹൂദനായ അയാളുടെ അടുത്തേക്ക് ആരും, അല്ലെങ്കിൽ ആ പണത്തിനല്ല അതിലപ്പുറമുള്ള. എന്നിട്ട് പിന്നെ ആ യഹൂദനായ മനുഷ്യന് ഈ കിണർ മൊത്തം ഉസ്മാൻ റളിയല്ലാഹു കൊടുക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു ഏറ്റെടുക്കുക അവന് പൂർണ്ണമായിട്ടും, ഒരു കാര്യമില്ലാതെ. അപ്പോൾ അവിടെ ഹിക്മത്ത് പ്രയോഗിച്ചതാ, ആരെയും ചതിച്ചതോ വഞ്ചിച്ചതോ അല്ല. ആ ദിവസം, രണ്ടാമത്തെ ദിവസം പൂർണ്ണമായിട്ട് അധികാരം താങ്കൾക്ക് തന്നെയാണ്, ഞാനൊരു അധികാരത്തിലുമില്ല. പക്ഷെ അവിടെ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. അങ്ങനെ 2-ാം ദിവസം ആരും പോവാതെ വന്നപ്പോൾ പിന്നെ യഹൂദി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ കിണർ പിന്നെ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാണ്. കണ്ടങ്ങൾ സദഖത്തുൻ ജാരിയ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ മുഴുവൻ ആളുകളുടെയും ദാഹം ആ കിണറുന്ന ആ പ്രദേശത്തുകാരുടെ ഒരു പണവും വാങ്ങുന്നില്ല. ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലശേഷം ആ കിണറിന് ചുറ്റും തോട്ടങ്ങൾ വന്നു. കാരണം നനയ്ക്കാനും എല്ലാത്തിനും ആ തന്നെയാണ്. ആ തോട്ടങ്ങളുടെ വിഭവം അവിടെ ഇന്നും ആ തോട്ടത്തിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരിൽ ആ സ്വതക്ക അങ്ങനെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ആ ചരിത്രം. അപ്പോൾ ഇന്നും എത്ര കാലമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ജീവിതം അല്ലേ, ശേഷം എത്ര കാലം കടന്നുപോയി, എന്നും തൻ്റെ ഖബറിലേക്ക് എത്തുന്ന സമ്പാദ്യമായി അത് മാറുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തെ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്കായി പ്രാർത്ഥിക്കുന്ന മക്കൾ. ആ മക്കളിലൂടെ നമുക്ക് പാപങ്ങൾ പുറത്തു കിട്ടാനും സ്വർഗപ്രവേശനം സാധ്യമാകാനും ഒക്കെ കാരണം, നമ്മളിലേക്ക് നന്മ ചേർക്കപ്പെടാനും കാരണമായി തീരും. മൂന്നാമത്തതാണ് എന്ത്? ഇൽമുൻ
യുൻതഫിഉ ബിഹി, ഇൽമുൻ യുൻതഫിഉ ബിഹി. ഞാൻ ഇവിടെ പറഞ്ഞെന്ന അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ, ഞാൻ എൻ്റെ കുറിച്ചല്ല, നിങ്ങൾക്ക് കിട്ടിയ ആ അറിവ് ഒരു പുസ്തകത്തിലൂടെ, ഒരു വീഡിയോയിലൂടെ, ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടിയ അറിവ്, ആ അറിവനുസരിച്ച് നിങ്ങൾ സ്വതക്കയിലേക്ക് പോയി, ജാരിയ സ്വതക്കയിലേക്ക് പോയി, നന്മയിലേക്ക് പോയി, നാളത്തെ റമളാൻ്റെ പകലിനെ നിങ്ങൾ ക്രമീകരിച്ചു. എന്നാൽ നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം എൻ്റെ മരണശേഷവും എൻ്റെ ഖബറിലേക്ക് എത്തുന്ന മൂന്നാമത്തത് അതാണ്, കർമ്മമായി അത് മാറും. മരിച്ചാലും ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള കർമ്മമായി മാറാൻ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ കഴിയണം. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അത് കുറച്ച് വീതിക്കപ്പെടുള്ളൂ. നമ്മൾ മക്കൾക്കൊക്കെ നമ്മളെ ഉമ്മയായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ഉമ്മയുടെ, നമ്മളെ പഠിപ്പിച്ച ടീച്ചറുടെ, നമ്മുടെ ഇവിടുത്തെ IGM-ൻ്റെ MGM-ൻ്റെ പ്രവർത്തകയുടെ നിർദ്ദേശപ്രകാരം എത്തിയ കാരണം നമ്മളുടെ ഇതിൽ നിന്ന് നമുക്ക് കുറയാതെ അവർക്ക് വീതിക്കപ്പെടും, നമുക്ക് കുറയാതെ അവർക്ക് ലഭിക്കപ്പെടും. എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ സമ്പാദിച്ച സമ്പത്ത് ഇങ്ങനെ ചെലവഴിക്കുന്ന പോലെ ഈ കിട്ടിയത് അതിൻ്റെ പൂർണ്ണമായി നമുക്ക് തന്നെയാണ്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ആ ഒരു നിയ്യത്തും ഒരു ചിന്തയും ഓർമ്മയ്ക്ക് വേണം. ഇൻഷാ അല്ലാഹ് QRF-ലെ കഴിഞ്ഞൊരു ക്ലാസ് നിയ്യത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ, അതുകൊണ്ട് വീണ്ടൊന്നും ആവർത്തിക്കുന്നില്ല. അതിൽ വരുന്നൊരു ഭാഗം എങ്ങനെയാണ്, നീ ചെയ്യാൻ പോകുന്ന കർമ്മം അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2:30 ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സുള്ള ചിന്ത, ഒരു 5 സെക്കൻഡിൽ ചിന്ത, ഞാൻ ഈ ക്ലാസ്സിലിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അതുള്ള പ്രയോജനം എന്താണ്, ആർക്ക് വേണ്ടിയാണ്, ആ ചിന്ത മാത്രം മതി. ആ ചിന്ത ഒന്നുകൂടി നമ്മളെ നന്മകൾ, അതിന് നിയ്യത്ത് ഉറപ്പിക്കാനും അതിന് പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാകാനും സാധിക്കും. എല്ലാവരും മനസ്സിൽ നല്ലൊരു നിയ്യത്ത് വെക്കി, മനസ്സിൽ വെച്ചാൽ മതി. പ്രത്യേകിച്ച് ഈ റമളാനിൻ്റെ പകലിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട, അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാ ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം നാഥ. ഇത് നമ്മുടെ വരും ദിവസത്തെ നോമ്പിനെ, ആ ചൂടിനെ അകറ്റാനും ആ ചൂടിൽ നിന്ന് മാറി നടക്കാനും ഒക്കെ നമുക്ക് കരുത്തു പകരണം നാഥ. നമ്മുടെ ഈമാന് അത് കുറഞ്ഞു പോവാതെ, അത് അവസാന ദിനം വരെ, അത് കഴിഞ്ഞ് അടുത്ത വർഷം നോമ്പ് വരെ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണം നാഥ. അത് നമുക്ക് വേണ്ടേ, നമ്മുടെ മനസ്സിനാണ് ശക്തി വേണ്ടേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഈ സ്വതക്കയുമായി ബന്ധപ്പെട്ട അങ്ങനെ വായനക്കടയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ച് ദിവസം രോഗബാധിതനായി വീട്ടിൽ കിടന്നപ്പോൾ, രോഗം ഇങ്ങനെ മാറി വന്നപ്പോൾ തൻ്റെ പത്നിയോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു മീൻ കഴിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ തൻ്റെ പത്നി ഒരു മീന് കറി വെച്ച് പാകപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്ത്, ആ രോഗശയ്യയിൽ നിന്നൊക്കെ മാറി വരുന്ന അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ കഴുകി ഇങ്ങനെ തീൻമേശയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, വലിയ വിഭവങ്ങളൊന്നുമില്ല, കുറച്ചുള്ളൂ, പക്ഷേ ആ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരുമ്പോൾ ആരോ ഒരാൾ കതകിൽ വന്ന് മുട്ടുക. ഒരു പാവപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് എത്തിയ ആളോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ ആ മീൻ എടുത്ത് കൊടുക്കി. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് വേറെ എന്തൊക്കെ എടുത്തു കൊടുക്കാം, മീനല്ലാത്ത എന്തും എടുത്തു കൊടുക്കാം, നിങ്ങൾ എത്രയും ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ അതല്ലല്ലോ എടുത്തു കൊടുക്കേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, നമ്മൾ ഒരാൾക്കൊരു സ്വതക്ക ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണം കൊടുക്കാൻ. കുറേ ഉപയോഗിച്ച് അലമാര അട്ടി വെച്ച് കീറിയ ഷിബ് പോയ ആ ഡ്രസ്സല്ല, ഇഷ്ടപ്പെട്ടതാണ് എടുത്തു കൊടുക്കാൻ. വീണ്ടും നിർബന്ധിച്ച് തൻ്റെ പത്നിയെ അത് എടുത്തു കൊടുക്കുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഞാനത് പറയാൻ കാരണം സ്വതക്കയുമായി ബന്ധപ്പെട്ട അങ്ങനെ വായനക്കടയിലൂടെ ഒരു ചരിത്രം ഓർത്തു പറഞ്ഞെന്ന് മാത്രം. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൊരു യാത്രക്കടയിൽ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്, നല്ല ചൂടാ. ആ ചൂടും വെള്ളം ഇങ്ങനെ കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല, വറ്റിപ്പോകുന്നുണ്ട്. കുറച്ചും കൂടെ ഏകദേശം ഒരു സൂര്യൻ തലക്ക് മുകളിൽ ഇങ്ങനെ ചൂട് ഇങ്ങനെ എത്തിയപ്പോൾ ഒരു മരത്തണലും ഒക്കെ സൗകര്യം കണ്ടപ്പോൾ അവിടെ അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ നിർത്തി അദ്ദേഹം വെള്ളം കുടിക്കാനും കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാനും ഇരിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട്, ചൂളി ഒരു പുതപ്പ് കീറി പറഞ്ഞ ഒരു പഴയ പുതപ്പ് ഇങ്ങനെ പുതച്ച് ഒരു വടിയും പിടിച്ച് ഒരു പ്രായം ചെന്ന താടി നീട്ടിയ മുടിയൊക്കെ നീണ്ട ഒരു അറബിയായ ഒരു ഗ്രാമീണ അറബിയായ ഒരു മനുഷ്യൻ ഒരു പഴയ തോലിൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തുണ്ട് ഒരു 10-20 ആടുകൾ അങ്ങനെ അവിടെ ഇങ്ങനെ ആടിൻ്റെ ആട്ടിടയന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ യാത്രയിലാണ്,
അള്ളാഹുവിനോട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദര, ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ വിശ്രമത്തില്ല, കുറച്ചെന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും കുറച്ചു നേരം അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചിരിക്കാനും താങ്കളും എൻ്റെ കൂടെ കൂടുന്നോ? അദ്ദേഹം ഇരുന്നിട്ട് പറഞ്ഞു, കുറച്ചു നേരം സംസാരിക്കാനിരിക്കാം, ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാത്തത്? നല്ല കുറച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് നോമ്പുകാരനാണ്. അദ്ദേഹം ഞെട്ടിത്തരിച്ചു പോവാണ്. ആ മെലിഞ്ഞൊട്ടിയ പ്രായത്തിൻ്റെ എല്ലാ പ്രയാസമുള്ള, അത്രമാത്രം സൗകര്യമൊന്നുമില്ലാത്ത, ഇങ്ങനെ കീറിയ പുതപ്പും പുതച്ചിട്ടൊരു വടിയും കുത്തിയിരിക്കുന്ന മനുഷ്യന് എന്തിനാണ് നിങ്ങൾ ഈ ചൂടത്ത്, നട്ടുച്ച വെയിലത്ത്? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് തൊണ്ടക്കുയിൽ അതൊന്നും ദാഹം തീർക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ ചൂട്, മരുഭൂമിയിൽ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചൂട് വരുമ്പോൾ ഈ ആടുകളെ മേച്ചെത്തിയ നിങ്ങൾ ഒന്ന് തല കറങ്ങി വീണ ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാൻ ഈ പ്രദേശത്തുനിന്ന് ഒരാളെ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറ്റിയ വെള്ളം എടുത്തരാൻ പോയിട്ട് ഒന്ന് എടുത്തുകൊണ്ടാൻ പോലും ആരുമില്ല. അങ്ങനത്തെ ഉള്ളിടത്ത് നിങ്ങൾ എന്തിനാണ് സഹോദര നോമ്പ് നോറ്റത്? റമദാൻ അല്ലല്ലോ, എന്തിനാ നോമ്പ് നോറ്റതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രമണിയാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു നിർത്തുണ്ട് സഹോദര. നീ കണ്ടില്ലേ ഈ ചൂട്? അപ്പം അങ്ങനെ സൂര്യൻ കത്തി നിൽക്കുക മരുഭൂമിയിൽ, ഒരാളും അവിടെ ഇല്ലാത്ത വിധത്തിൽ, പക്ഷികൾ പോലും ആ പ്രദേശത്തേക്ക് കടന്നു വരാത്ത വിധത്തിൽ, അത്യാവശ്യം യാത്രക്കാരും ഈ രൂപത്തിൽ ആടുകളുമായിട്ട് പുതച്ച് ചൂളിയിരിക്കുന്ന ആളുകളെ മാത്രം കാണുന്ന ആ കത്തിയാളുന്ന ചൂടിൻ്റെ വേളയിൽ അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ സഹോദരൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, അവിടെ നാളെ ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമണിയാതെ, നമ്മളിപ്പോൾ ചെരുപ്പിട്ടിട്ടുണ്ട്, പക്ഷെ ചെരുപ്പില്ലാതെ അള്ളാഹുവിൻ്റെ കോടതി നിൽക്കേണ്ടി വരും. അവിടുത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ, അവിടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ, അവിടെ തണൽ ലഭിക്കാനാണ് സഹോദര ഞാൻ ഈ നോമ്പ് നോറ്റെടുന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഒന്നും പറയാനില്ല, അദ്ദേഹത്തിന് ഒന്നും ചോദിക്കാനില്ല, ആകെ വേവലാതിപ്പെടുകയാണ് അല്ലേ. സുബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫി ളില്ലിഹി, നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ മഅ്ശറയിൽ 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും അല്ലേ. 7 വിഭാഗം ആളുകൾക്ക്. അതിലൊന്ന് നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത്. ആരാണവർ? തസദ്ദഖ ബിസദഖത്തിൻ റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഹത്താ ലാ യഅലമു ശിമാലഹു മാ യുൻഫിഖു ബിയമീനിഹി. 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തവരാണ്. സക്കാത്ത് അല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, സ്വതക്ക ചെയ്യലാണ്, ദാനധർമ്മം നിർവഹിക്കലാണ്. അത് തൻ്റെ ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം നിർവഹിച്ചതിന് നാളെ അള്ളാഹു അർശിൻ്റെ തണൽ വിരിച്ചു കൊടുക്കും അല്ലേ. ബാക്കി 6 പേരില്ലേ? ആരൊക്കെയാണ്? പള്ളിയുമായി എപ്പോഴും അല്ലേ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള കൽബിൻ്റെ ഉടമ, അള്ളാഹുവിൻ്റെ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അല്ലേ ഇന്നി അഖാഫുള്ള പിന്മാറിയാള്. 1-2 ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, വേറെ ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയിപ്പിച്ച് സമയം കളയാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ പോയിട്ട് ഒന്ന് എടുത്തു നോക്കാൻ. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹ് എന്ന് കൊടുത്താൽ മലയാളത്തിൽ അർത്ഥസഹിതം നമ്മളെ മുമ്പിൽ കിട്ടും. AI ടെക്നോളജി അങ്ങനെയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ഇങ്ങോട്ട് പറഞ്ഞുതരും. എന്ത് ചോദിച്ചാലും. ഇന്നലെ ഒരു താത്തനെ പെട്ടെന്ന് പൂച്ച ഓടിയൊന്ന് കടിച്ചപ്പോൾ ഇന്നലെ പൂച്ച കടിച്ചാൽ ഇഞ്ചക്ഷൻ ചെയ്യല്ലോ, അത് നോമ്പ് മുറിയില്ലേ? അപ്പോൾ അതുപോലും ഇവിടെ ചോദിച്ചാൽ കിട്ടും, എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും. ChatGPTയിലും ജെമിനയിലൊക്കെ കയറിയാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അപ്പണ്ട് പറഞ്ഞുതരും. ഏതാണോ ചോദിക്കണം അപ്പണ്ട് കിട്ടും. അങ്ങനത്തെ മുമ്പിലുള്ളത്. സുബഅത്തുൻ 7 ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമല്ലോ. ആരൊക്കെയാണ് അവർ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി, വോയിസ് ആയിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ 7 ആളുടെ ലിസ്റ്റും എടുത്ത് വരുങ്ങൾക്ക് അത്രയും നമ്മളെ വിരൽ തുമ്പിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള വിരൽ തുമ്പിലെല്ലാം നിൽക്കുമ്പോൾ നമ്മളിത് അറിയാതെ പോവരുത്, നമ്മളെ മനസ്സിലത് വേണം. 7 വിഭാഗം ആളുകൾക്ക് അവിടെ തണലിട്ട് കൊടുക്കും. ഏതായിരുന്നാലും ഞാൻ സൂചിപ്പിച്ചു വന്നത്, ദാനധർമ്മങ്ങൾ സ്വതക്ക ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. അത് എവിടെ നമ്മൾ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിലാണ്. അവിടെ വലിയ പ്രതിഫലമാണ്. ആ പ്രതിഫലത്തെ ഓർത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമൊക്കെ അങ്ങേറ്റം പണിപ്പെട്ട വേളയിലാണ് നമ്മളുള്ളത്.
അവിടെ നിന്നുകൊണ്ട് നമുക്ക് എല്ലതും ഏത് കർമ്മത്തിലും മുഴുകാൻ പറ്റും. ഇവിടെ ഇരിക്കുക അപ്പം നമ്മളില്ലേ, ഇവിടെ എങ്ങനെ ഇരിക്കുക, ഈ ഇരിക്കുന്നത് പോലും വലിയൊരു ഇബാദത്താക്കി മാറ്റാൻ നമുക്കൊണ്ട് കഴിയും. അതൊരു സുന്നത്തായ കർമ്മമായതുകൊണ്ട് ഫർളിൻ്റെ കൂലി നമുക്ക് ലഭ്യമാകും. ഇന്നിവിടെ കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ തന്നെ പോയിട്ട് നമ്മൾ അസർ നിസ്കരിക്കും അല്ലേ. അസർ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മറ്റു നമസ്കാരങ്ങളെ അപേക്ഷിച്ചിട്ട് എല്ലാ നമസ്കാരങ്ങളും കൂടെ തന്നെ അസർ നമസ്കാരത്തെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പോവുക അവിടെ. അപ്പം അതിന് 27 ഇരട്ടി മാത്രമല്ല, പിന്നെ 700 ഇരട്ടിയോളം അല്ലേ. സുന്നത്തായ കർമ്മങ്ങൾക്ക് ഫർളിനും ഫർളായ കർമ്മങ്ങൾക്ക് ഇരട്ടിക്കരട്ടി പുണ്യമാണ്. അങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിലാണ് നിങ്ങളിങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. നോമ്പ് എന്നുള്ളത് മലയാള പരിഭാഷയിലെ മലയാള നിഘണ്ടുവിലെ ശബ്ദധാരാവലിയിൽ നോമ്പ് എന്നുള്ള പദം, വ്രതം എന്ന പദം ഇങ്ങനെ കാണാൻ പറ്റും. വ്രതത്തിന് നേരെ നൊയമ്പ്, നോമ്പ്, വ്രതാനുഷ്ഠാനം എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ നോമ്പ് എന്നുള്ള പദത്തിൻ്റെ തൊട്ടു താഴെ തന്നെ കാണാൻ പറ്റും നോമ്പ്, വ്രതം എന്ന പദത്തിൻ്റെ കൂടെ പതിവ്രത എന്നുള്ള പദം കൂടും. പതിവ്രത എന്നുള്ള പദത്തിൻ്റെ അർത്ഥം കൊടുത്തെന്താണെന്നറിയോ? വിവാഹം കഴിച്ച ഇതുവരെ ഒരാളുടെ സഹോദരിയും അല്ലേ മറ്റൊരാളുടെ മകളുമൊക്കെ ആയിരുന്ന ഇവൾ വിവാഹം കഴിച്ച് പരിശുദ്ധയായി ഒരുവന് വേണ്ടി മാത്രം ശരീരവും മനസ്സും ജീവിതവും മാറ്റിവെച്ചവൾ എന്നാണ് പതിവ്രത എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നിട്ട് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് വ്രതമെന്ന് പറഞ്ഞാൽ തനിക്ക് അന്നപാനീയങ്ങൾ നൽകുന്ന, തനിക്ക് എല്ലാം നൽകിയ ഒരുവന് വേണ്ടി എല്ലാം ത്യജിച്ചവനാണ് വ്രതമനുഷ്ഠിച്ചവൻ. അവൻ അങ്ങനെ ത്യജിച്ച് നൊയമ്പെടുത്തവനാണ് വ്രതമെടുത്തവൻ എന്ന് പറയുന്നുണ്ട്. ശബ്ദധാരാവലിയിലെ അർത്ഥമാണ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നമ്മെ സൃഷ്ടിച്ച, ആരാധനയ്ക്കും അർഹനായിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം, പാനീയം, സുഖസൗകര്യങ്ങൾ, തൻ്റെ ദേഹേച്ഛയെ ഒക്കെ നിയന്ത്രിച്ച് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവനെയാണ് നോമ്പ് നോറ്റവെന്ന് പറയാം. അതാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയാം. അങ്ങനെയുള്ള വ്രതം. ഇന്നലെ ഇവിടെ മഴ പെയ്യുന്നില്ലേ നന്നായിട്ടില്ലേ? ആ മഴവെള്ളം എവിടെ പോയി? റോട്ടുമ്മലേക്ക് എത്താനില്ല, തോട്ടിലേക്ക് എത്താനില്ല. എന്തുകൊണ്ടാ? രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ പെയ്ത മഴ. ആ പെയ്ത മഴ ഇങ്ങനെ പെയ്തപ്പോണ്ടല്ലോ, അപ്പോൾ തന്നെ തേക്ക് മരം ഇല പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർക്ക് മനസ്സിലായി ഇത് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ ഈ മഴ. ഇനി എപ്പോഴാണ് മഴ ഉണ്ടാവുക? ഒരു പക്ഷേ ജൂണ് പിറക്കണം, വർഷക്കാലം വരണം, അപ്പോഴേ മഴ ഉണ്ടാവുള്ളൂ. അത് തിരിച്ചറിഞ്ഞ തേക്ക് മരം എന്ത് ചെയ്തെന്നറിയോ? നമ്മളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുമ്പം എല്ലാ ചെടികളും ഇത് ആഗിരണം, ഒരു തുള്ളി പുറത്തു പോകാതെ ആഗിരണം ചെയ്ത് അവർക്കറിയാം ഇത് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ ഈ ഇടമഴ എന്നുള്ള അവർക്കറിയാം. ഇങ്ങനെ കണ്ണിമാങ്ങ അങ്ങനെ കരിഞ്ഞ് വീണുകൊണ്ടിരുന്നല്ലോ, അതിനൊക്കെ വലിയ ഏറ്റവും നല്ല ഒരു ഔഷധ ഗുണമായി മാറുകയാണ് ഇന്നലത്തെ രാത്രിയിലെ മഴ അല്ലെങ്കിൽ ഇടമഴ. അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് ആ രൂപത്തിൽ ആ ചൂടത്ത് കരിഞ്ഞുണങ്ങുന്നതിനൊക്കെ വലിയ ആശ്വാസമാവും എന്നുള്ളതാണ്. അതവർക്കറിയാം. ഇനി നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കണ്ടേ, വീട്ടിൽ എവിടെയൊക്കെ മൈലാഞ്ചി ചെടി ഉണ്ട് അതൊക്കെ പൂത്തു വരും. ആ മൈലാഞ്ചി ചെടി പല ചെടികളിലും ഉള്ള മാറ്റം. മൈലാഞ്ചി ചെടി നമുക്കിങ്ങനെ വെള്ളയോട് ചേർന്നൊരു കളറുള്ള പൂക്കൾ നമുക്ക് നിറച്ചും കാണാം. എന്താണ് മാറ്റം എന്നറിയോ? ഇന്നലെ പെയ്ത മഴയുടെ മാറ്റമാണ്. അവരാ വെള്ളം ആഗിരണം ചെയ്തു. ഞാനത് പറയാൻ കാരണം റമദാൻ എന്ന പദത്തിൻ്റെ ഒരർത്ഥം അതാണ്. റമദാൻ എന്ന പദത്തിൻ്റെ അവസാനത്തെ നൂനു സായിദയും ഒരു റമദാൻ എന്നുള്ളതിലെ സായിദായിട്ടുള്ള അലിഫുണ്ടല്ലോ, അലിഫ് സായിദയും ശേഷമുള്ള നൂനു കൊണ്ട് മാറ്റിയാൽ റമദ് എന്നാണ്. റമദ് ആ പദത്തിന് അറബിയുള്ള അർത്ഥം എന്താണെന്നറിയോ? അവിചാരിതമായി മരുഭൂമിയിലേക്ക് കടന്നു വരുന്ന ഇടമഴക്ക് പറയുന്ന പേരാണ് റമദ് അല്ലേ. മരുഭൂമി ഇങ്ങനെ ചുട്ടുപടിച്ച് മരുഭൂമിയിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അവരെന്ത് മാത്രം സന്തോഷിക്കുന്നറിയോ? അല്ലാത്ത സന്തോഷമാണ്. ആ മഴയ്ക്ക് പറയുന്ന പേരാണ് റമദ്. ആ മഴ അവിടെ പെയ്തപ്പോൾ എന്താ ഉണ്ടായത്? അത് ഒലിച്ചു പോകാനില്ല. അത് അവരപ്പൾക്കപ്പളെ ചെടികൾ ആഗിരണം ചെയ്തതിൻ്റെ അടയാളം മുറ്റത്തും പറമ്പിലും ചെടിയിലുമൊക്കെ നമുക്ക് നാളെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്ന നമ്മൾ എന്ത് ചെയ്യണം? എത്രാമത്തെ നോമ്പാ? 5 4 ചില ആൾക്കാർക്കൊരു സംശയം. എന്തുകൊണ്ടാ അത്ര പെട്ടെന്ന് പോവാണ്? നോമ്പിങ്ങനെ കടന്നു പോവാൻ അറിയില്ല. 2:30 ക്ലാസ് തുടങ്ങി, നമ്മൾ 3:30 2:30 തുടങ്ങിയില്ല, 3:30 ഇപ്പോൾ സമയം.
വർഷങ്ങൾ മാസങ്ങൾ പോലെ തോന്നും, മാസങ്ങൾ ദിവസങ്ങൾ, അല്ലേ? ആഴ്ചകൾ ദിവസങ്ങൾ, 24 മണിക്കൂർ മണിക്കൂറായിട്ട് തോന്നും. ഒരു മണിക്കൂറോ ഒരിങ്ങനെ മട്ടലും ഓലയൊക്കെ ഇങ്ങനെ തീ കത്തിക്കാണ്ട് തീ കത്തിപ്പടരുന്നൊരു ചെറിയ തീ കൂട്ടിയിട്ട വിറക് അക്കപ്പാടെ കത്തിപ്പടരുന്ന പോലെ നിനക്ക് തോന്നും. അതുകൊണ്ട് കത്തിപ്പോവും. പിന്നെ കുറച്ച് പുക വരാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അത്ര പെട്ടെന്ന് സമയം കടന്നു പോകും. സ്വതക്ക എന്നുള്ള വിഷയത്തിലെ കുറച്ച് ഉദാഹരണം പറഞ്ഞതല്ലാതെ വിഷയം പറഞ്ഞിട്ടില്ല, സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബാങ്ക് കൊടുക്കുന്നവരെ നമുക്കിങ്ങനെ ഈ രൂപത്തിൽ പോവല്ലേ, എത്ര പോരെ? പിന്നെ നമുക്ക് നിസ്കരിക്കാനും നമ്മളെ ഇബാദത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ സമയം ഇങ്ങനെ അതിവേഗം കടന്നു പോകുമ്പോൾ ആ മഴത്തുള്ളി പോലെ റമദായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ വർഷം, അള്ളാഹുവിനെ നേരത്തെ സൂചിപ്പിച്ച ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ സംരക്ഷണയിൽ, അള്ളാഹുവിൻ്റെ സഹായത്താൽ, അള്ളാഹുവിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിൽ നമ്മളെ പടച്ചോൻ വളർത്തിക്കൊണ്ടുവന്നു. അള്ളാഹ് എല്ലാം നൽകി, സമ്പത്ത് നൽകി, മക്കളെ നൽകി, ഇണകളെ നൽകി, ആരോഗ്യം നൽകി, നോമ്പെടുക്കാനുള്ള അവസരം നൽകി. അങ്ങനെ നോമ്പ് നോറ്റെത്തിയ നമുക്ക് ഇതൊരു അനുഗ്രഹമാണ്. ആ റമദാനെ അതിങ്ങനെ പോവാൻ നമ്മുടെ മുമ്പിലൂടെ, സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് തീർന്നു പോവാണ്, അവിടുന്ന് വീണ്ടും ഉദിക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അതിനിടയിൽ പരമാവധി നന്മയിലേക്ക് പോവാം. ആ മഴത്തുള്ളികൾ അങ്ങനെ ഒലിച്ചു പോവാതിരിക്കാൻ, ആ മലാണ്ട് പെയ്ത് ഒലിച്ചു പോവാതെ ആ സസ്യലതാദികളൊക്കെ ആഗിരണം ചെയ്തതുപോലെ പരമാവധി ആഗിരണം ചെയ്യുക. കഴിയുന്നതും ഉറങ്ങാതിരിക്കുക. എപ്പോൾ? രാവിലെ ഉറങ്ങാതിരിക്കുക. ഉറക്കം കൊണ്ട് വരും മനസ്സിൽ, അല്ലേ? എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, കാരണം ഹോസ്പിറ്റലിലേനി, അല്ലെങ്കിൽ ഞാനും ഉറങ്ങിനി. ഹോസ്പിറ്റലാണ്, ഇവർ 7 മണിയാകുമ്പോഴത്തേന് ഇതിനെ കുളിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ 7 മണിൻ്റെ മുന്നേ തന്നെ ഇവർ തുടങ്ങും വിളിക്കാൻ. പുറത്ത് ഒരാളുണ്ടാകുക, മെഡിക്കൽ കോളേജിൽ സ്ഥിതി അറിയാമല്ലോ, ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങാത്തതുകൊണ്ട് ഞാനും ഉറങ്ങിയില്ല. നമ്മളിനി ഉറങ്ങരുത്. നമുക്ക് നല്ലൊരു സുഖം കിട്ടിയാൽ എന്ത് അറിയോ, അവിടെ ഉറങ്ങും. ഇപ്പം തന്നെ നല്ല സുഖം കിട്ടിയ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. വടി ഇരുത്തി അപ്പാണ്ട് വരലാവും. സുഖങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് പ്രയാസം ഉണ്ടാവും, നമുക്കൊരു വിഷമം ഉണ്ടാവുമ്പോഴേ, നമുക്കൊരു ചില പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നുണ്ടോ, പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് നിങ്ങളെ കഴുത്തിലും കാതിലുമുള്ള 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ മാല ഉണ്ടല്ലോ, അല്ലേ? മാല വളക്കുണ്ടല്ലോ, ആ മാലയും വിളക്ക് എത്ര മിന്നിത്തിളങ്ങ് എന്തുകൊണ്ട് അങ്ങക്കറിയോ? മറ്റ് ലോഹങ്ങളെ അപേക്ഷിച്ച് ഇതിങ്ങനെ കരിച്ച് ചുട്ട് പഠിപ്പിച്ചെടുക്കുക, വീണ്ടും വീണ്ടും ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അത് അവിടുന്ന് 22 ക്യാരറ്റ് 16 ക്യാരറ്റൊക്കെ കിട്ടും. എപ്പോൾ? അത് ഇനിയും ചൂടാക്കിയാലാണ് 916 പോവുക. അപ്പം അതിങ്ങനെ ചൂടാക്കി അതിൻ്റെ അടുക്കിൽ നിന്ന് ശുദ്ധിയാവുന്നതിനനുസരിച്ച് അതിൻ്റെ വില കൂടുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെറുപ്പം ഇങ്ങനെ നമ്മളങ്ങനെ അഴുക്കിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഈ പരീക്ഷണങ്ങൾ. ചില പരീക്ഷണങ്ങളൊക്കെ എന്തുണ്ടോ അറിയോ, നമ്മൾ ആ സമയത്തോ നമ്മൾ അള്ളാഹുവിനെ ഒന്നും കൂടി അടുക്കാൻ കാരണമായിത്തീരും, സഹായത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഓട്ടോമാറ്റിക്കലി സൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ മറന്നു പോകും അള്ളാനെ. അപ്പം നമുക്ക് ഈ അസൗകര്യങ്ങളും ആ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹുവിനോട് അടുക്കാൻ കാരണമായി തീരുമെന്നുള്ളതാണ്. ആയിക്കോട്ടെ, നമ്മൾ വേഗം തിരിച്ചു വരിക. സ്വതക്ക എന്നുള്ള പദത്തിലേക്ക് വേഗം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പോയിൻ്റ് ഇട്ട് പറഞ്ഞു പോവുക. ഞാനിങ്ങനെ വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ടാവുന്ന, നിങ്ങളെല്ലാം നോമ്പറൊക്കെ കണക്കായിട്ടാണ് വന്നത്, ബാഗൊക്കെ ആയിട്ട് ഒന്നുമില്ല കയ്യിൽ. മനസ്സിൽ ഓർത്തു വെക്കുക. ഒരു 10-15 പോയിന്റുകൾ പറഞ്ഞിങ്ങനെ പോവാണ്. ഒന്ന്, ജാരിയായ സ്വതക്ക നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ അത് കാരണം. സ്വതക്ക ജീവിതത്തെ തന്നെ മാറ്റും. അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് തടയുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് തടയും. പ്രാർത്ഥന വിധിയെ തന്നെ മാറ്റും എന്ന് പറഞ്ഞ പോലെ സ്വതക്കയും നമ്മളെ വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു എന്ത് ചെയ്യും, നമ്മളെ സംരക്ഷിക്കും. നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കും, അല്ലേ? നമസ്കാരം നിലയ്ക്കൂലേ? നോമ്പ് നോൽക്കാൻ പറ്റാതെയാവും. പക്ഷേ ജാരിയായ സ്വതക്ക നിലയ്ക്കൂല. നമ്മൾ സ്വർഗത്തിലെത്തുന്നത് വരെ നിലയ്ക്കൂലത്. അതാണ് സ്വതക്ക. എബിലിറ്റീൻ്റെ അടുത്തുനിന്നാണ് ഞാൻ വരുന്നത്. പുളിക്കൽ എബിലിറ്റിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് പലരും, അവിടെ ഒരു ലൈല എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. അവിടെ ലൈല ഇവിടെ വന്നാര മുസ്ലിമായതാ. നിങ്ങൾക്ക് അവിടെ പോയ ലൈലാത്തനെ കാണാം. അവിടെ ചെറിയ കാഴ്ച പരിമിതി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ആ മുസ്ലിം കുടുംബത്തിൽ വന്ന് അങ്ങനെ മുസ്ലിം കുടുംബത്തിലേക്ക് എത്തിയ എബിലിറ്റിയാണ് അവരെ മാറ്റിയത്. അപ്പോൾ എബിലിറ്റിയിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള സംഭാവന, ഇനി നിങ്ങളുടെ മുമ്പിൽ എബിലിറ്റിയുടെ സംഭാവനയായിട്ട് സ്വതക്കയായിട്ട് വരുമ്പോൾ ഇതുപോലെ പലരും അവിടെ വരും.
ഫറൂഖ് കോളേജിൽ ഈ അടുത്ത് PSC കിട്ടിയ ഒരു നബീല ഉണ്ടായിരുന്നു അവിടെ. നബീല 18 വയസ്സ് 19 വയസ്സൊക്കെ ആയിരുന്നുള്ളൂ. ഇപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് ജോലി പ്രവേശിച്ചവൾ. അവളിങ്ങനെ ഖുർആൻ ക്ലാസ്സിലേക്കും അങ്ങനെ കരയും, 2 കണ്ണും തുറന്നിട്ടാ. നബീല പുളിക്കൽ അങ്ങാടിയിൽ ഇങ്ങനെ ബസ്സിന് കാത്തു നിൽക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും നബീല എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ബസ് സ്റ്റോപ്പിൽ. അവർ എബിലിറ്റിയുടെ ബസ് വന്നാലേ കയറുള്ളൂ, നമ്മളെ വന്നാലൊന്നും നമ്മളെ കൂടെ ഒന്നും കയറേണ്ടതില്ല, അവർ കയറില്ല. അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നബീല കണ്ണും തുറന്നിട്ടാ നബീലുള്ളത്. ഇവിടെ 10, 18, 19, 20 വയസ്സായ ആളുകൾ കുറവാണ്. അല്ലൊക്കെ വീട്ടിൽ ഉറക്കിയിട്ട് ഞങ്ങൾ പോരുന്നതെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടികൾ ഉണ്ടാവില്ല. നബീലുണ്ട് ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഫാത്തിഹ അങ്ങനെ ഓതി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ നബീല ഇങ്ങനെ കരയാ. എന്തിനാ നബീല കരയണത്? 19, 20 വയസ്സായി അവൾ പറയാണ്, ഞാൻ ഇതൊക്കെ അർത്ഥമൊക്കെ എപ്പോഴാണ് പഠിക്കുന്നത്, എനിക്കിത് മുമ്പ് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കരച്ചിൽ വരിക. കണ്ണും തുറന്നിട്ട് കാഴ്ചയില്ലാത്ത കണ്ണിലൂടെ നബീൽ ഇങ്ങനെ കരയാ. ലൈല എന്ന് പറയുന്ന ഈ താത്ത ഇസ്ലാം മതം സ്വീകരിച്ചു, ഖുർആൻ പഠിച്ചു. അവിടെ നിങ്ങൾ കാണാം, എപ്പോഴും അവിടെ എല്ലാ കാര്യം എടുത്തു കൊടുക്കുക ലൈലത്ത അവിടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു 10 രൂപ ചെറിയ പൈസ എബിലിറ്റി കൊടുത്തത് നിസ്കാരം നിലച്ചു. എല്ലാവരും നമുക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്നു. നോമ്പ് നോറ്റ് തുറക്കും മുമ്പേ 4 മണിയോടുകൂടി ക്ലാസ്സിനിടയിൽ തളർന്നു വീണു, മരണപ്പെട്ടു, അവിടെ നിലച്ചുപോയി. പക്ഷേ നാം കൊടുത്ത എബിലിറ്റിയിലേക്ക് കൊടുത്ത, കെയർ ഹോമിലേക്ക് കൊടുത്ത, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്ത ദാനധർമ്മങ്ങളുണ്ടല്ലോ, സ്വതക്കുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയിൽ ഒരു മുസല്ല നൽകി. ആ പള്ളിയുടെ പ്രവർത്തനത്തിന് ഒരു ചാക്ക് സിമൻ്റ് ഇട്ട് കൊടുത്തു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കയറി വരുന്നൊരു സ്റ്റെപ്പ് പൊളിഞ്ഞിരുന്നു, അതെൻ്റെ പൈസ കൊണ്ട് ക്രമീകരിച്ചു. അങ്ങനെ 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 അവിടെ ആരൊക്കെ കയറി വരുന്നോ നമ്മുടെ സ്വർഗത്തിലെത്തുന്നത് വരെ നമുക്ക് സംരക്ഷകമായി, നമ്മുടെ ഖബറിലെ വെളിച്ചമായി, ഇരുട്ടറയിലെ നമുക്ക് സംരക്ഷകനായിട്ട് ആ സ്വതൊക്കെ കടന്നു വരും. അത്ര പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ പകലിൽ ആസിഫ എന്നുള്ള പദം, കൊടുങ്കാറ്റിന് സമാനമായിട്ടായിരുന്നു ദാനധർമ്മം ചെയ്തിരുന്ന. കൊടുങ്കാറ്റിന് സമാനമായിട്ട് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ അല്ല വേണ്ടത്, പൈസ എത്ര ലക്ഷം കൊടുത്തു എന്നുള്ളതല്ല, പിന്നെ കൊടുക്കുന്നവൻ്റെ മനസ്സും അതൊക്കെയാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമയത്ത്, ആവശ്യമുള്ളത്, ആ ബുദ്ധിമുട്ടുള്ള സമയത്ത്, ആ യുവത്വത്തിൽ ആവശ്യമുള്ളപ്പോൾ അപ്പം കൊടുക്കലാണ്. അത് എങ്ങനെ കൊടുക്കണം? പൂർണ്ണമായ നീയത്തോടു കൂടി. നീയത്ത് പഠിക്കുന്നിടത്ത് 3 ആളുകളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നിടത്ത് ഒരാൾ വലിയ ധർമ്മിഷ്ഠനായ മനുഷ്യനാണ്. അദ്ദേഹം ധർമ്മം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ധർമ്മം ചെയ്തെത്തിയ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കല്ല, നിനക്ക് കിട്ടിയ ഈ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അവൻ പറയും, പടച്ചോൻ എൻ്റെ സ്വത്ത് മുഴുവനും ദാനധർമ്മത്തിലാണ്. അത് കേട്ടപ്പോൾ അള്ളാഹ് തിരിച്ചു പറയുന്നുണ്ടല്ലേ, കെദിബ്ത, നീ പച്ചക്കള്ളമാണ് നീ പറയുന്നത്, പച്ചക്കള്ളം. എന്താണ്? നീ എനിക്ക് വേണ്ടി ആയിരുന്നില്ല നീ ദാനധർമ്മം നിർവഹിച്ചത്, ആളുകളുടെ കയ്യടി കിട്ടാൻ. നീ നല്ല ധർമ്മശീലനാണ് പറയാൻ, ആളുകളൊക്കെ നിന്നെ നല്ല അഭിപ്രായം പറഞ്ഞ് വലിയ ഐശ്വര്യവാൻ, വലിയ സമ്പന്നൻ, സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ എന്ന് നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമായിരുന്നു നീ ചെയ്തത് എന്ന് ആ മഹ്ശറിൽ വെച്ചിട്ട് അവിടുന്ന് അള്ളാഹു തിരിച്ചു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബം പിടിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നവനാണ്. ആ വിചാരണ വേളയിൽ തൻ്റെ നീയത്ത് ശരിയാവാത്തതിൻ്റെ പേരിൽ തൻ്റെ കർമ്മങ്ങളുമായി നിഷ്ഫലമായി പോയ അവസ്ഥ പഠിപ്പിച്ചിരുന്നുണ്ട്. പ്രവാചക കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചിരുന്ന ഒരു ഹദീസിൻ്റെ ഭാഗമാണത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നഷ്ടപ്പെടാതെയുള്ള സ്വതക്ക അത് വർദ്ധിപ്പിക്കാൻ നമുക്കാവണം. സ്വതക്ക എന്നുള്ള പദം എവിടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയോ? അല്ലേ? പുഞ്ചിരി സ്വതക്കയാണ്.